നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനൂർ ശ്രീ അയ്യങ്കാളിയുടെ പേരിൽ ആരംഭിക്കുന്ന ഹിസ്റ്റോറിക്കൽ ലൈബ്രറി ഉദ്ഘാടന വേളയിലാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ മഹാന്മാരുടെ ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വെങ്ങാനൂരിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ വരാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിനുള്ള ചരിത്ര പുസ്തകങ്ങളോ ചരിത്ര രേഖകളോ ഒന്നും തന്നെ ഇവിടെയില്ല. അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശ്രീ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആ പ്രവർത്തന ഉദ്ഘാടനം ശ്രീ അഡ്വക്കേറ്റ് എം വിൻസെൻ്റ് MLA ഉദ്ഘാടനം ചെയ്യും. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികൾ. ശ്രീ അയ്യങ്കാളി ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ കീഴിൽ 20 വർഷമായി പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ടേമായിട്ട് സാംസ്കാരിക വേദിയിലെ 3 പേർക്കായി മെമൻറ്റോയും പുരസ്കാരവും കൊടുക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോടനുബന്ധിച്ച് കമ്മിറ്റികൾ വിളിച്ചു കൂട്ടിയപ്പോൾ കമ്മിറ്റിയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗമായി ഞാനും പങ്കുചേർന്നിരുന്നു. അന്ന് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഒരു വായനശാല വരേണ്ടതായിട്ടുണ്ട്. ശ്രീ ലോയിഡ് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ 20 വർഷമായി ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സമീപകാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി ശ്രീ AK ഹരികുമാറും ശ്രീ ഷാബുവും എല്ലാം കൂടി കൂടുതൽ ഊർജ്ജസ്വലമായി വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നോക്കുമ്പോൾ ഇത് മുമ്പ് ഈ പതാക ഉണ്ടോ എന്നറിയില്ല, പക്ഷേ നല്ലൊരു പതാകയും ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന് ഇന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു പരിപാടി ശ്രീ പന്തളം ബാലൻ പങ്കെടുത്ത ഒരു പരിപാടി വളരെ ഉജ്ജ്വലമായ ഒരു പരിപാടിയായിട്ടാണ് അത് കണ്ടത്. ഇന്നിതാ ലൈബ്രറി ആരംഭിക്കുന്നു. ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രവും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെയെല്ലാം കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഗ്രന്ഥശാല മാറട്ടെ. ഈ ഗ്രന്ഥശാലയുടെ പുസ്തക ശേഖരം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളെല്ലാം കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു തലമുറയിൽ പുസ്തകം വായിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. കാരണം ഈ റീഡിങ്ങിൻ്റെ കാലഘട്ടമാണ്. മൊബൈൽ ഫോൺ നോക്കി അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കി എല്ലാ കാര്യവും വേണമെങ്കിൽ അവർ വായിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ സംശയങ്ങളെയും കുറിച്ചും ഒരു വിരൽത്തുമ്പിൽ നമുക്കിന്ന് ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ഒരു കാലഘട്ടം, പഴയ കാലഘട്ടത്തിൽ ഒരു വാക്കോ ഒരു അക്ഷരത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ഡിക്ഷണറി എടുക്കും, ഓരോ വാക്കുകളായിട്ട്
അന്വേഷിക്കുന്നത് പോലെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു വാക്കാണ് നോക്കുന്നതെങ്കിൽ അവിടെ എത്തുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് പഠിക്കുന്നതിനോടൊപ്പം ആ കുഞ്ഞ് അറിയാതെ തന്നെ ഒരു 2-3 വാക്കുകളെങ്കിലും പഠിച്ചിരിക്കും. അതുപോലെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു കഥാപുസ്തകം വായിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ 10 പേര് ചേർന്ന് ഒരു കഥാപുസ്തകം വായിച്ചതിന് ശേഷം അതേ ഒരു കഥയെക്കുറിച്ച് നമ്മൾ മറ്റൊരാളിന് പറയുകയാണെങ്കിൽ അവരവരുടേതായ ഇമാജിനേഷനിൽ വരുന്ന ഒരു കഥയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ തലങ്ങൾ അത് വ്യത്യസ്തമാണ്. ആ രീതിയിലായിരിക്കും അത് നമ്മൾ മറ്റൊരാൾക്ക് പറയുമ്പോൾ. എന്നാൽ നമ്മൾ മീഡിയ ആയിട്ടൊരു കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഉദാഹരണം പറയണം, മൊബൈലിലൂടെ ഒരു കഥ കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള ചിന്തയുടെ വ്യത്യാസം വരാതെ തന്നെ നമ്മൾ പറയും. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വായനയുടെ ലോകത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ അവരുടെ അഭിരുചിക്ക് ഒത്തവണ്ണവും അവരുടെ ചിന്താശേഷിക്ക് ഒത്തവണ്ണവും അവർക്ക് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. മാത്രമല്ല, നമ്മുടെ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടെയായിരുന്നു നമ്മുടെ ലൈബ്രറി. ആശയവിനിമയത്തിലൂടെയും സൗഹൃദങ്ങളിലൂടെയും എല്ലാമാണ് നമ്മൾ ഈ പറയുന്ന പോലെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ന് അവരവരുടെ ലോകം മാത്രം, അവരവരുടെ ചിന്തകൾ ആ രീതിയിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മുടെ ലൈബ്രറിയുടെ മഹാത്മ്യം മനസ്സിലാക്കി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ പറയുന്ന പോലെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ നന്മ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയട്ടെ. നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകൾ ഈ പറയുന്ന പോലെ നമ്മുടെ അന്വേഷിച്ച് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഈ സ്ഥാപനം മാറട്ടെ എന്ന് ഹൃദയം തൊട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാനായ അയ്യൻകാളിയുടെ ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കടന്നു വരുമ്പോൾ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടാക്കിയത് തന്നെ. അതിലേക്കാണ് ഇത്തരത്തിലൊരു ലൈബ്രറി ഇവിടെ വളരെ അത്യാവശ്യമായിരുന്നു. പഴയ കാലത്ത് ഇവിടെ ഒരു ലൈബ്രറിയും റീഡിംഗ് റൂമും ഒക്കെ ഉണ്ടായിരുന്നു. സന്ധ്യ സ്പോർട്സ് ക്ലബ്ബ് എന്ന്, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ആ ക്ലബ്ബ്, അതിൻ്റെ നമ്മളെ രാജഗോപാൽജിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹമൊക്കെ വളരെ പ്രയാസപ്പെട്ട് നമ്മളൊക്കെ വായനയിലേക്ക് കടന്നു വന്നത് ആ പ്രസ്ഥാനത്തിലൂടെയാണ്. നമ്മളെപ്പോഴും ആ സന്ധ്യ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിനെ നമ്മൾ എപ്പോഴും ആലോചിക്കും. ഒരുപാട് വർഷങ്ങൾ നമ്മുടെ ഈ വെങ്ങാനൂരിൻ്റെ സാംസ്കാരിക മേഖല നമ്മൾ കാണുന്നത് തന്നെ ആ സന്ധ്യ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിലൂടെയാണ്. അപ്പം അത്തരത്തിൽ അതുപോലെ ഇവിടെ ഇന്ന് ഇതൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വെങ്ങാനൂർ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്നതും ഇന്ന് നിലവില്ലാത്തതുമായിട്ടുള്ള ഒരു സംരംഭമാണ് ഇന്ന് ഈ സംഘടന ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം കൊച്ചുനാളിൽ സന്ധ്യ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, പിന്നെ അതോടൊപ്പം തന്നെ അതിന് ദേവി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന 2 സ്പോർട്സ് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളും കണ്ട് മനസ്സിലാക്കിയാണ് നമ്മൾ പഠിത്തത്തിലായാലും ശരി തന്നെ പൊതുപ്രവർത്തനത്തിലായിരുന്നാലും ശരി തന്നെ നമ്മൾ മുന്നോട്ട് വന്നത്. അത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ, പ്രവാഹത്തിൽ അതൊക്കെ അനിവാര്യമായിട്ടുള്ള ഇതിലേക്ക് പോയിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ ഒരു പന്ഥാറിലൂടെയാണ് പല കാര്യങ്ങളും വെങ്ങാനൂർ പ്രദേശത്ത് വെട്ടിത്തുറന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വെങ്ങാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പങ്കാളിയാവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. നല്ല ഒരു റെഫറൻസ് ലൈബ്രറി എന്നാൽ ഒരു സർവകലാശാലയ്ക്ക് തുല്യമാണ്. ഈ പ്രസ്ഥാനം ഇനിയും നാൾക്കുനാൾ പുരോഗമിച്ച് ഒരു സർവകലാശാലയ്ക്ക് തുല്യമാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇങ്ങനെ ഒരു ലൈബ്രറിയും റീഡിംഗ് റൂമും ചരിത്രം ഉറങ്ങുന്ന ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ തന്നെ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് അതിലെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വായനശാലകൾ വേറെ പലതുമുണ്ട്. പക്ഷേ
ഈ വായനശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഹാനായ അയ്യൻകാളിയുടെ നാമധേയത്തിൽ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു റൂം വാടകയ്ക്ക് കിട്ടി, അതിൽ നടപ്പാക്കി വായനശാല രൂപം കൊണ്ടു എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യം തന്നെ. മാത്രവുമല്ല, ഇത് ഒരു ചരിത്ര നിയോഗമായി ഞാൻ കാണും. അതിൻ്റെ കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നാം ഇന്നേ കാണുന്ന തെരുവീഥി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഗർജിക്കുന്ന മുദ്രാവാക്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ക്ഷേത്രോത്സവങ്ങളുടെ ഘോഷയാത്രകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പ്രഗത്ഭരെ സ്വീകരിക്കാൻ താലപ്പൊലിയേന്തിയ കുട്ടികൾ പോകുന്നത് കാണുന്നുണ്ട്. എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഒരു 100-150 വർഷങ്ങൾക്ക് മുൻപ് ഈ തെരുവോരങ്ങൾക്ക് പറയാനുള്ള കഥന കഥയാണ്. 1905 മഹാനായ അയ്യൻകാളി അദ്ദേഹത്തിൻ്റെ വിദ്യയോടുള്ള അടങ്ങാത്ത ദാഹം ഇവിടെ ഒരു സ്കൂൾ കെട്ടി ഉയർത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത വരുന്ന തലമുറയെങ്കിലും വിദ്യയിൽ അവർ ഉണരണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഇവിടെ ഒരു കുടിപ്പള്ളിക്കൂടം നിർമ്മിച്ചു. ഈ സംരംഭത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ നന്മകളും നേടുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന PK രാജീവ് കുമാറിനും ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ലോയിഡിനും ഇതിന് മുൻകൈയെടുത്ത AK ഹരികുമാറിനും ശുഭ് ഗോപിനാഥിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഇതിലെ മെമ്പർഷിപ്പ് എടുക്കണം. ഇതിനകത്ത് ജാതിയില്ല. മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ അയ്യ വൈകുണ്ഠ സ്വാമികളുടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ, അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ, നമ്മൾ ആ ഹാളിനകത്ത് മുറിക്കകത്ത് ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട്, അയ്യങ്കാളിയുടെ പടം മാത്രമല്ല, മഹാത്മാ അയ്യങ്കാളിയുടെയും നാരായണ ഗുരുവിൻ്റെയും അതുപോലെ ചട്ടമ്പി സ്വാമികളുടെയും അയ്യ വൈകുണ്ഠ സ്വാമികളുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചരിത്ര ലൈബ്രറിയാണ്, ചരിത്രമാണ്. നമ്മൾ മറ്റ് പുസ്തകങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി കൂടുതൽ ഞാനീ പറഞ്ഞ മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ചട്ടമ്പി സ്വാമികളുടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ, അതുപോലുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ, മഹാന്മാരുടെ ചരിത്രങ്ങൾ കൂടി പഠിപ്പിക്കുന്നതും പഠിക്കുന്നതുമായ ഒരു സംവിധാനമാണ്. ഇവിടുന്ന് ഡോക്ടറേറ്റും അതുപോലെ തന്നെ ഡോക്ടറായവരും PhDയും അതുപോലെ തന്നെ ഒട്ടനവധി ഉന്നത പദവിയിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് വെങ്ങാനൂര്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വായനശാല വീണ്ടും ഒന്ന് നമ്മൾ കൈകൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല ശ്രമം നടത്തുന്ന ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. കഴിഞ്ഞ 20 വർഷമായി നമ്മൾ വേറിട്ടൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇദ്ദേഹത്തിൻ്റെ തമസ്കരിക്കപ്പെട്ട ചരിത്രമെന്നാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ തമസ്കരിക്കപ്പെട്ട ചരിത്രം തന്നെയാണ്. പല സമരങ്ങൾ, ഇന്ന് കാണുന്ന പല സമരങ്ങളും സമരങ്ങളായി പറയുമ്പോൾ ഇതിനെല്ലാം ലഹളകളായാണ് പറയുന്നത്. അത് ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഒരു ഭാഷാ ശൈലി കൊണ്ടായിരിക്കാം ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഈ നവമാധ്യമങ്ങളിൽ വരുന്ന ഈ പുതിയ ചില നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത അറിവുകൾ, കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരളാവധിയുടെ നമ്മുടെ ഷാജൻ തന്നെ വിളിച്ചു പറഞ്ഞു. മലയാളം വാരികയിൽ ഇതേപോലെ ഒരു എഡിറ്റോറിയൽ കിടപ്പുണ്ട്. അതിൽ ഈ പഞ്ചമിയെ അദ്ദേഹം കഴക്കൂട്ടം സ്കൂളിലോട്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതിനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയത്തിലാണ് ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. അതിനൊക്കെ ഒത്തിരി പദ്ധതികൾ ആണ് നമ്മുടെ രാജ്യത്തു നിന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഭാവിയിൽ എല്ലാ കാര്യങ്ങൾക്കും ജയസി വിളിക്കാറുണ്ട്. പലപ്പോഴും എത്താൻ പറ്റാറില്ല. ഇന്ന് എന്നെ അല്പം താമസിച്ചു. അപ്പോൾ ഇനി അത് ഉണ്ടാകാതെ ശ്രമിക്കുകയും അതിനോടൊപ്പം നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാ വിധത്തിലുള്ള സഹകരണവും ഈ മൂവ്മെൻറ്റിന് എല്ലാവിധമായിട്ടുള്ള ആശംസ എൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.